ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സയൻസിലെ 9th ചാപ്റ്ററാണ്. സയൻസിലെ 9th ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ബയോളജിയിലെ 3ാമത്തെ ചാപ്റ്റർ സെൽസ് ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സ്. ആദ്യത്തെ 2 ചാപ്റ്റർ ആയിരുന്നു ഓണം എക്സാമിനേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനിയുള്ള 2 ചാപ്റ്റർ ആയിരിക്കും നെക്സ്റ്റ് ക്രിസ്മസ് എക്സാമിനേഷൻ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമുക്കിത് നോക്കാം. ചാപ്റ്ററിൻ്റെ പേര് സെൽസ് ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സ്. ഇവിടെ ആദ്യമായിട്ട് നമുക്ക് 2 സയൻറ്റിസ്റ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട് കേട്ടോ. റോബർട്ട് ഹുക്ക്, ലീവൻ ഹുക്ക്. രണ്ടിൻ്റെയും സ്പെല്ലിംഗ് പഠിച്ചു വയ്ക്കാം. ദിസ് ഈസ് ആൻ ഇൻസിഡൻറ്റ് ഫ്രം ദ 17th century. 17ാം നൂറ്റാണ്ടിലുണ്ടായ ഒരു ഇൻസിഡൻ്റാണ് ഇവിടെ പറയാൻ പോകുന്നത്. എ സയൻറ്റിസ്റ്റ് നെയ്മഡ് റോബർട്ട് ഹുക്ക് വാസ് ഒബ്സർവിങ് എ തിൻ പീസ് ഓഫ് കോക്ക് ത്രൂ ഹിസ് മൈക്രോസ്കോപ്പ്. സയൻറ്റിസ്റ്റിൻ്റെ പേര് നോക്കിക്കോളൂ. റോബർട്ട് ഹുക്ക് എന്ന സയൻറ്റിസ്റ്റ് ഒരു തിൻ പീസ് കോർക്ക് എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ മൈക്രോസ്കോപ്പ് കൂടെ ഒബ്സർവ് ചെയ്തു. അപ്പോൾ എന്താ കണ്ടത്? ദ സ്മാൾ പാർട്സ് ലൈക്ക് ബോക്സസ് were not one but 1,000. He called them cells, meaning chambers. അദ്ദേഹം മൈക്രോസ്കോപ്പ് കൂടെ നോക്കിയപ്പോൾ ചെറിയ ചെറിയ പാർട്സ് കണ്ടു, ബോക്സ് പോലെയുള്ള പാർട്സ് കണ്ടു. ഒരെണ്ണാണോ? നോട്ട് വൺ ബട്ട് 1,000. ആയിരക്കണക്കിന് ഇങ്ങനെ ചെറിയ ചെറിയ ബോക്സസ് കണ്ടു. അതിന് അദ്ദേഹം എന്ത് വിളിച്ചു? സെൽസ് എന്ന് വിളിച്ചു. സെൽസിൻ്റെ മീനിങ് എന്താണ്? ചേമ്പേഴ്സ് എന്നാണ് കേട്ടോ. ഫിഗർ 9.2 നോക്കി നോക്കാം. അതുപോലെ ഈ തേനീച്ചയുടെ കൂട്ടിലെ അറകളില്ലേ, അതുപോലെ ചെറിയ ചെറിയ അറകൾ, ഒന്നല്ല ആയിരക്കണക്കിന് അറകൾ കണ്ടു. അതിന് അദ്ദേഹം എന്ത് വിളിച്ചു? ചേമ്പേഴ്സ് എന്ന് വിളിച്ചു. അപ്പോൾ ആദ്യമായിട്ട് സെൽസ് ഒബ്സർവ് ചെയ്ത സയൻറ്റിസ്റ്റാണ് റോബർട്ട് ഹുക്ക്. ഇൻ ദ ഫോളോയിങ് ഇയേഴ്സ് ആൻറ്റൺ വാൻ ലീവൻഹുക്ക് observed the water taken from a pond with the help of a much better microscope and discovered the microorganism in it. അതിനുശേഷം ആൻറ്റൺ വാൻ ലീവൻഹുക്ക് എന്ന സയൻറ്റിസ്റ്റ് കുളത്തിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തു. എന്നിട്ട് കുറച്ചും കൂടെ ബെറ്ററായ മൈക്രോസ്കോപ്പ് കൂടെ ഒബ്സർവ് ചെയ്തപ്പോൾ അദ്ദേഹം കണ്ടെത്തിയത് മൈക്രോ ഓർഗാനിസത്തിനെയാണ്. മൈക്രോ ഓർഗാനിസം പറഞ്ഞാൽ എന്താണ്? സൂക്ഷ്മജീവികളെ കണ്ടെത്തി. അപ്പോൾ മൈക്രോസ്കോപ്പിലൂടെ ആദ്യമായിട്ട് മൈക്രോ ഓർഗാനിസത്തിനെ ഒബ്സർവ് ചെയ്ത സയൻറ്റിസ്റ്റ് ആരാ ചോദിക്കും. അതാരാണ്? ആൻറ്റൺ വാൻ ലീവൻഹുക്ക്. അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കും ആദ്യമായിട്ട് ലിവിങ് സെൽ ഒബ്സർവ് ചെയ്ത ആരാ ചോദിക്കും. അങ്ങനെ ചോദിച്ചാലും ആരാണ്? ആൻറ്റൺ വാൻ ലീവൻഹുക്ക്. അപ്പോൾ ഇവിടുന്ന് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും കേട്ടോ. അടുത്തത് എന്താണ് സെൽ ബയോളജി നോക്കാം. ഇത് ഡെഫിനിഷൻ ചിലപ്പോൾ ചോദിക്കാം. സെൽ ബയോളജി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ആ പേര് തന്നെ ഉണ്ട്, സ്റ്റഡി ഓഫ് സെൽസ്. സെൽസിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് സെൽ ബയോളജി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ വെരി ബ്രോഡ് ആൻഡ് ഇവോൾവിംഗ് ബ്രാഞ്ച് ഓഫ് സയൻസ്. സയൻസിലെ വളരെ വലുതും അതിന് ഇവോൾവിംഗ് ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് എന്ത്? സെൽ ബയോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് വരും. ഇത്രയും പേര് നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് പേജ് എടുക്കുകയാണ് ഹിസ്റ്ററി ഓഫ് സെൽ ബയോളജി ആണ് കേട്ടോ. ഇവിടെയും കുറച്ച് സയൻറ്റിസ്റ്റ് ഉണ്ട്. 3 പേരാണുള്ളത്. ആ 3 പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വർഷം പഠിക്കണം, സയൻറ്റിസ്റ്റിൻ്റെ പേര് പഠിക്കുക, അവരെന്താണ് കണ്ടെത്തിയത്. വർഷം എളുപ്പമാണ്. ആദ്യത്തെ 1838, രണ്ടാമത്തെ 39, ഒരു വർഷത്തെ ഗ്യാപ്പേ ഉള്ളൂ അല്ലേ. മൂന്നാമത്തെ വരുമ്പോൾ എന്താണ്, കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, 1855. നമുക്ക് നോക്കാം. ആദ്യമായിട്ട് 1838 മാത്തിയാസ് ജേക്കബ് സ്ലീഡൻ, നമുക്ക് എന്ത് വിളിക്കാം? MJ സ്ലീഡൻ ഡിസ്കവേർഡ് ദാറ്റ് ഓൾ പ്ലാന്റ്സ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്. പ്ലാന്റ്സ് എല്ലാം എന്തുകൊണ്ടുണ്ടാക്കിയിരിക്കുന്നു? സെൽസ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നു. എന്താ കണ്ടെത്തിയത്? ഓൾ പ്ലാന്റ്സ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്. ഈ പ്ലാന്റ് ബോഡി എന്തുകൊണ്ടാക്കിയിരിക്കുകയാണ്? സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കണ്ടെത്തിയത് മാത്യാസ് ജേക്കബ് സ്ലീഡൻ അല്ലെങ്കിൽ MJ സ്ലീഡൻ 1838. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു? പ്ലാന്റ്സിൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ പോരാ. അങ്ങനെയാണെങ്കിൽ അനിമൽസിൻ്റെ ബോഡി എന്താണ്? സെൽസ് കൊണ്ടുണ്ടാക്കിയത്. അത് ആരാ പറഞ്ഞത്? തിയോഡർ ഷ്വാൻ. ഏത് വർഷം? 1839, തൊട്ടടുത്ത വർഷം. അപ്പോൾ 1839 തിയോഡർ ഷ്വാൻ എന്താ പറഞ്ഞത്? ഓൾ അനിമൽസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്. പ്ലാന്റ്സ് മാത്രമൊന്നല്ല, അനിമൽസും എന്താണ്? സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനുശേഷം 1855 റുഡോൾഫ് വിർഷോ പറഞ്ഞത് ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെല്ല്. പുതിയ സെൽസ് ഉണ്ടാകുന്ന എവിടെ നിന്നാണ്? പ്രീ എക്സിസ്റ്റിംഗ് സെല്ല്. പ്രീ എക്സിസ്റ്റിംഗ് സെല്ല് പറഞ്ഞാൽ എന്താണ്? നിലവിലുള്ള കോശങ്ങളിൽ നിന്നുമാണ് പുതിയ കോശം ഉണ്ടാകുന്നത്.
ഇത് കണ്ടുപിടിച്ച ആരാണ്? റുഡോൾഫ് വിർച്ചോ 1855. ഇത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരും, മാച്ച് ചെയ്യാനൊക്കെ വരും. പിന്നെ അതേപോലെ തന്നെ എന്താണ്, മാത്യാസ് ജേക്കബ് ഷിറൻ ഡിസ്കവേർഡ് ദാറ്റ് പ്ലാന്റ്സ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്. തിയോഡർ ഷാൻ ഡാഷ്. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതണം? ഡിസ്കവേർഡ് ദാറ്റ് ഓൾ ആനിമൽസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്. അപ്പോൾ ആ രീതിയിൽ റിലേഷൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. അവിടെയൊക്കെ ഇവിടെ നിന്ന് അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും. ഇനി ഇവരുടെ കണ്ടെത്തലുകളൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് സെൽ തിയറി എന്താ ഒന്നുകൂടെ സെൽ ബയോളജി ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്തു. അതാണ് എന്ത്? സെൽ തിയറി. കഴിഞ്ഞ വർഷം തന്നെ പഠിക്കാണ്ടായിരുന്നു കേട്ടോ. അതിൽ പറഞ്ഞത് ആദ്യം MJ ശ്രീലനും തിയോഡർ ഷുവാനാണ് സെൽ തിയറി ഡെവലപ്പ് ചെയ്തെന്നാണ് പറഞ്ഞിരുന്നത്. ഇവിടെ സയൻറ്റിസ്റ്റിൻ്റെ പേരൊന്നുമില്ല, നിങ്ങൾ നോട്ട് ചെയ്യുക. MJ ശ്രീലനും തിയോഡർ ഷുവാനുമാണ് സെൽ തിയറി കൊണ്ടുവന്നത്. അതൊന്നുകൂടെ റിവൈസ് ചെയ്തത് റുഡോൾഫ് വിർച്ചോൻ്റെ കൺസെപ്റ്റും കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ നോക്കി നോക്കുക, ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ, ഇവരുടെ എല്ലാവരുടെയും ഐഡിയാസ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് സെൽ തിയറി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ 3 പോയിൻ്റ് പഠിക്കുക. സെൽ തിയറി ചോദിച്ചാൽ നിങ്ങൾ ഈ 3 പോയിൻ്റ് എഴുതിയാൽ മതിയാവും. എപ്പോഴും ബയോളജിയിലെ ആൻസർ പോയിൻ്റായിട്ട് എഴുതി പഠിക്കുക കേട്ടോ. നമുക്ക് കറക്റ്റ് പോയിൻ്റ് മതി, വലിച്ചു വാരിയൊന്നും എഴുതണ്ട. അപ്പോൾ സെൽ തിയറി ചോദിച്ചാൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് അല്ലെങ്കിൽ ആദ്യം എഴുതേണ്ട പോയിൻ്റ്, ഓൾ ഓർഗാനിസംസ് ആർ മേഡ് അപ്പ് ഓഫ് 1 or more സെൽസ്. എല്ലാ ഓർഗാനിസവും ഒന്നോ അതിലധികമോ സെൽസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. ഒരു സെല്ല് മാത്രമല്ല ജീവിതം നമ്മൾ എന്ത് വിളിക്കും? യൂണിസെല്ലുലാർ ഓർഗാനിസം. എക്സാമ്പിളോ അമീബ, പാരമീസിയം, അതൊക്കെ. അപ്പോൾ എന്തായിരിക്കും മോർ സെല്ല് പറയുമ്പോൾ എന്തായിരിക്കും? മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. നമ്മളൊക്കെ ഇതിൽ വരും മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. രണ്ടാമത്തെ പോയിൻ്റ്, സെൽ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. നമ്മുടെ ലൈഫിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെല്ലാണ്. അത് നമ്മൾ ഓൾറെഡി അറിയുന്ന കാര്യമാണ് അല്ലേ. മൂന്നാമത്തെ പോയിൻ്റ്, ന്യൂ സെൽസ് ഒറിജിനേറ്റ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. പുതിയ സെൽസ് പ്രീ എക്സിസ്റ്റിംഗ് സെല്ലിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ നേരത്തെ പഠിച്ച കാര്യം തന്നെയാണ്. അപ്പോൾ സെൽ തിയറി ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 പോയിൻ്റ് പഠിക്കുക, അല്ലെങ്കിൽ 3 പോയിൻ്റ് എഴുതുക. ആദ്യത്തെ പോയിൻ്റ്, ഓൾ ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് 1 or more സെൽസ്. രണ്ടാമത്തെ പോയിൻ്റ് എന്താണ്? സെൽ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. മൂന്നാമത്തെ പോയിൻ്റ്, ന്യൂ സെൽസ് ഒറിജിനേറ്റ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെല്ല്. എളുപ്പമല്ലേ? അപ്പോൾ ഇതൊക്കെ നോക്കി വെക്കുക കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ യൂസ് ഓഫ് മൈക്രോസ്കോപ്പ് വെച്ച് നിങ്ങൾ എന്തെഴുതും? മൈക്രോസ്കോപ്സ് ആർ യൂസ്ഡ് ടു ഒബ്സർവ് വെരി സ്മാൾ ഓർ ടൈനി സെൽസ്. വളരെ ചെറിയ സെൽസിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുക. ഇൻ സിമ്പിൾ മൈക്രോസ്കോപ്സ് ലെൻസസ് ആർ യൂസ്ഡ് ടു മാഗ്നിഫൈ ഒബ്ജെക്റ്റ്. സിമ്പിൾ മൈക്രോസ്കോപ്പിൽ വസ്തുക്കളെ, ഒബ്ജക്റ്റിനെ മാഗ്നിഫൈ ചെയ്യാൻ എന്താണ്? വലുതാക്കി കാണിക്കാൻ എന്താ യൂസ് ചെയ്യുന്നത്? ലെൻസാണ്. അതിങ്ങനെ ചോദിക്കാം. ഇൻ സിമ്പിൾ മൈക്രോസ്കോപ്പ് ഡാഷ് ആർ യൂസ്ഡ് ടു മാഗ്നിഫൈ ഒബ്ജെക്റ്റ്. നിങ്ങൾ എന്ത് എഴുതണം? ലെൻസസ് ആർ യൂസ്ഡ് ടു മാഗ്നിഫൈ ഒബ്ജെക്റ്റ്. അല്ലെങ്കിൽ ഇങ്ങനെ വരും, ഇൻ സിമ്പിൾ മൈക്രോസ്കോപ്പ് ലെൻസസ് ആർ യൂസ്ഡ് ടു ഡാഷ് ഒബ്ജെക്റ്റ്. ലെൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? മാഗ്നിഫൈ ചെയ്യാൻ ഒബ്ജക്റ്റിനെ. മാഗ്നിഫൈ ചെയ്യാൻ എന്താണ്? വലുതാക്കി കാണിക്കാൻ. അപ്പോൾ ആ രീതിയിലും ക്വസ്റ്റ്യൻസ് വരും. ഇതൊന്നും പലരും വായിക്കുകയും കൂടിയില്ല. അപ്പോൾ ഇത്രയും ഇടയിൽ നിന്ന് വരെ എന്താണ്? ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക കേട്ടോ. നെക്സ്റ്റ് പഠിക്കാനുള്ളത് എന്താണ് റെസല്യൂഷൻ ഓഫ് ദ ഐസ്. അതും ഡെഫിനിഷനായിട്ട് ചോദിക്കും. ഹ്യൂമൻ ഐ ക്യാൻ ഡിസ്റ്റിങ്ക്വിഷ് 2 spots ഹാവിങ് എ ഡിസ്റ്റൻസ് ഓഫ് 0.2 millimeter ഇൻ അഡ്വക്കേറ്റ് ലൈറ്റ്. മതിയായ പ്രകാശത്തിൽ ലൈറ്റിൽ ഹ്യൂമൻ ഐസ്, മനുഷ്യൻ്റെ കണ്ണിന് 2 സ്പോട്ട് 0.2 millimeter ഡിസ്റ്റൻസിലുള്ള 2 സ്പോട്ട് വേർതിരിച്ചറിയാൻ കഴിയും, ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റും. അതിനാണ് വിളിക്കുന്നത് ഹ്യൂമൻ്റെ കണ്ണിലെ റെസല്യൂഷൻ ഓഫ് ദ ഐ എന്ന് പറയുന്നത്. 0.2 millimeter താഴെയാണ് നമുക്ക് എന്താവശ്യമാണ്? ലെൻസ് ആവശ്യമാണ് കേട്ടോ. ലെൻസ് ഈസ് റിക്വയർഡ് ടു ഡിസ്റ്റിങ്ക്വിഷ് സ്പോട്ട് ഹാവിങ് എ ഡിസ്റ്റൻസ് ലെസ് ദാൻ 0.2 millimeter. 0.2 millimeter അതിൽ കൂടുതലുമാണെങ്കിൽ നമ്മളൊക്കെ കണ്ണിന് തിരിച്ചറിയാൻ പറ്റും. അതിൽ കുറവാണെങ്കിൽ എന്താണ്? ലെൻസ് ആവശ്യമാണ്. അപ്പോൾ ട്രൂ ഓർ ഫാൾസ് ചോദിക്കും കേട്ടോ. ആ 0.2 എന്നുള്ളതിന് പകരം 0.02 എന്ന് കൊടുക്കാം, വെറും 2 എന്ന് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് തരുമ്പോൾ എന്താണ്?
കൃത്യമായിട്ട് വായിച്ചിട്ട് ഉത്തരം എഴുതുക. ഇനി 2 ചിത്രം കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ മൈക്രോസ്കോപ്പും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും. ചിത്രം കണ്ട് തിരിച്ചറിയാൻ പറ്റില്ലേ? ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ചോദിക്കും കേട്ടോ. ബോക്സൊക്കെ വരച്ചിട്ട് എഴുതുക രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. സിമ്പിൾ മൈക്രോസ്കോപ്പ് പറയുമ്പോൾ 2 പോയിൻ്റേ പഠിക്കാനുള്ളൂ. സിമ്പിൾ മൈക്രോസ്കോപ്പ് പറയുമ്പോൾ അതിലെന്താണ്, സിംഗിൾ ലെൻസ്, ഒറ്റ ലെൻസ് ഉപയോഗിക്കുന്നുള്ളൂ. എന്നാൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് പറയുമ്പോഴോ ഒന്നിൽ കൂടുതൽ ലെൻസ് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ സിമ്പിൾ മൈക്രോസ്കോപ്പ് നോക്കുകയാണെങ്കിൽ വസ്തുക്കളെ 10 ടൈംസ് വലുതാക്കി കാണിക്കും. എന്നാൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ വസ്തുക്കളെ 1000 ടൈംസ് വലുതാക്കി കാണിക്കുന്നുണ്ട്. ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് അടയാളപ്പെടുത്താം. എ സിമ്പിൾ മൈക്രോസ്കോപ്പ് ഇൻ വിച്ച് എ സിംഗിൾ ലെൻസ് ഈസ് യൂസ്ഡ്. സിമ്പിൾ മൈക്രോസ്കോപ്പിൽ എന്താണ്, സിംഗിൾ ലെൻസാണ് യൂസ് ചെയ്യുന്നത്. ക്യാൻ മാഗ്നിഫൈ ആൻ ഒബ്ജക്റ്റ് അപ് ടു 10 ടൈംസ് ദാൻ ദ ഒറിജിനൽ സൈസ്. ഒറിജിനൽ സൈസിനെക്കാട്ടിലും 10 ടൈംസ് വലുതാക്കിയിട്ട് എന്താണ്, ഒബ്ജക്റ്റിനെ വലുതാക്കി കാണിക്കുന്നു. ഈ 2 എണ്ണമാണ് സിമ്പിൾ മൈക്രോസ്കോപ്പിൽ വരുന്നത്. ഇനി കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് നോക്കുകയാണെങ്കിൽ എന്താണ്, മോർ ദാൻ 1 ലെൻസ് ഈസ് യൂസ്ഡ്. ഒന്നിൽ കൂടുതൽ ലെൻസ് ഉപയോഗിക്കുന്നുണ്ട്. ക്യാൻ മാഗ്നിഫൈ ഒബ്ജക്റ്റ് അപ് ടു 1000 ടൈം. 1000 ടൈംസ് എന്താണ്, വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്നു. അത് രണ്ടും പഠിച്ചു വയ്ക്കുക. 2 പോയിൻ്റ് വീതമാണ്. പോയിൻ്റ് പോയിട്ട് തന്നെ എഴുതി പഠിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മൈക്രോസ്കോപ്പ് അതിൻ്റെ പാർട്സാണ് കേട്ടോ. അതിന് ഇൻഡിക്കേറ്റേഴ്സിൽ 3 ക്വസ്റ്റ്യൻ കണ്ടോ. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് മൈക്രോസ്കോപ്പിലെ പാർട്സ് പഠിച്ചതിന് ശേഷം ആൻസർ ചെയ്യാം. ഇതാണ് മൈക്രോസ്കോപ്പ്. 1 2 3 4 5 6 7 8 10 പാർട്സ്. ആ 10 പാർട്സ് നല്ല രീതിയിൽ അടയാളപ്പെടുത്താൻ പഠിക്കണം. എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നോക്കി നോക്കാം. ഇതാണ് മൈക്രോസ്കോപ്പിലെ പാർട്സ് എന്ന് പറയുന്നത്. ആദ്യം തന്നെ നോക്കുന്ന ഭാഗം കണ്ടോ, അതിനെ പറയുന്ന പേരാണ് ഐ പീസ് ലെൻസ്. ഇതാണ് ഐ പീസ് ലെൻസ് എന്ന് പറയുന്നത്. അതിനുശേഷം ബോഡി ട്യൂബ്, പിന്നെ 2 നോബുകളുണ്ട്. ആദ്യത്തെ വലുതെന്താണ്, കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് നോബാണ്. അതിൻ്റെ താഴെയുള്ളത് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നോബ്. പിന്നെ 2 ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്. പിന്നെ ഈ കറുപ്പ് കളർ കണ്ടോ, അത് സ്റ്റേജാണ്. ആ സ്റ്റേജിൽ സെൻറ്ററിലൊരു ഹോള് കണ്ടോ, അതിനെ അപ്പർച്ചർ എന്നാണ് പറയുക. പിന്നെ ആ സ്റ്റേജിൻ്റെ മേലെ കാണുന്ന 2 ലെൻസാണ് ഒബ്ജക്റ്റീവ് ലെൻസ്. ഇനി സ്റ്റേജിൻ്റെ താഴെ അടിയിൽ കാണുന്നത് കണ്ടൻസർ അല്ലെങ്കിൽ ഡയഫ്രാണ്. കണ്ടൻസറും ഡയഫ്രം താഴെ മുകളിലുമായിട്ടാണ് കേട്ടോ. പിന്നെ മിറർ, ബേസ്, ഇത്രയാണ് പഠിക്കാനുള്ളത്. അതുകൂടാതെ ഈ 2 ക്ലിപ്പ് പോലത്തെ സാധനം കണ്ടോ, ഇതാണ് സ്റ്റേജ് ക്ലിപ്പ്. ആ സ്റ്റേജ് ക്ലിപ്പിൻ്റെ അവിടെയാണ് സ്ലൈഡ് വയ്ക്കുക. നമ്മൾ നോക്കാൻ ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റ് ആ സ്ലൈഡിൽ വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്യും, അല്ലെങ്കിൽ അത് അങ്ങോട്ട് നീങ്ങില്ലേ, അതിന് ശേഷമാണ് ഒബ്ജക്റ്റ് ലെൻസ് കൂടെ നോക്കുക. അപ്പോൾ ഇത്രയും പാർട്സാണ് പഠിക്കാനുള്ളത്. ഐ പീസ് ലെൻസ്, ബോഡി ട്യൂബ്, കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് നോബ്, ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നോബ്, ഒബ്ജക്റ്റീവ് ലെൻസ്, അപ്പർച്ചർ, സ്റ്റേജ്, കണ്ടൻസർ അല്ലെങ്കിൽ ഡയഫ്രം, മിറർ, ബേസ്. അതിൽ ഐ പീസ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ടാക്കുന്ന ഇമേജിനെ വീണ്ടും മാഗ്നിഫൈ ചെയ്യും, വീണ്ടും വലുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഐ പീസ് ലെൻസ്. ബോഡി ട്യൂബ് എന്താണ്, ഐ പീസ് ലെൻസിനെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ലെൻസിനെ കണക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് 2 ലെൻസാണുള്ളത് അല്ലേ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ, ഐ പീസ് ലെൻസും ഒബ്ജക്റ്റീവ് ലെൻസും. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് ലെൻസിനെയും ഐ പീസ് ലെൻസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഭാഗമാണ് എന്ത്, ബോഡി ട്യൂബ് എന്ന് പറയുന്നത്. അതിനുശേഷം 2 നോബ്, കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റും ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റും. ആ പേര് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനാണല്ലേ. റഫായിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് നോബ് യൂസ് ചെയ്യുക. എന്നാൽ ക്ലിയർ ആയിട്ട് കിട്ടണമെങ്കിൽ ഫൈൻ ഫോക്കസിങ്ങിനാണ്, ഒന്നുകൂടെ ക്ലാരിറ്റിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നോബ് യൂസ് ചെയ്യുക. പിന്നെ ഒബ്ജക്റ്റീവ് ലെൻസ് എന്താണ്, സ്റ്റേജിൽ നമ്മൾ സ്ലൈഡിൽ വെച്ച ഒബ്ജക്റ്റിനെ വലുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പർച്ചർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇത് കൂടെയാണ് എന്ത്, ലൈറ്റ് വരിക. സ്റ്റേജ് മൊത്തം ഡാർക്ക് അല്ലേ, അപ്പോൾ താഴെ മിററിൽ നിന്ന് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തിട്ട് അപ്പർച്ചർ കൂടെ അവിടെയാണ് ലൈറ്റ് വരിക. കണ്ടൻസർ എന്തിനാണ്, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മിറർ എന്താണ്, ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ബേസ് എന്താ ചെയ്യുന്നത്, മൈക്രോസ്കോപ്പിനെ ഹോൾഡ് ചെയ്യുക.
മൈക്രോസ്കോപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ആര്? ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പാർട്സ് പഠിക്കുക. അതിൻ്റെ കൂടെ സ്റ്റേജ് ക്ലിപ്സ് ഏതാണെന്ന് നോട്ട് ചെയ്യുക. ആ സ്റ്റേജ് ക്ലിപ്പാണ് സ്ലൈഡിനെ സ്റ്റേജിൽ ഉറപ്പിച്ച് നിർത്തുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിൻ്റെ പാർട്സും ഫങ്ഷനുമാണ്. ഫങ്ഷൻ നന്നായിട്ട് പഠിക്കുക. ഫങ്ഷൻ തന്നു കഴിഞ്ഞാൽ അത് ഏത് പാർട്സാണെന്ന് അറിയണം. അല്ലെങ്കിൽ പാർട്സ് തരും, അതിൻ്റെ ഫങ്ഷനും ചോദിക്കാൻ തിരിച്ചും മറിച്ചും ചോദിക്കും കേട്ടോ. അപ്പോൾ അത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഐ പീസ് ലെൻസാണ്. മാഗ്നിഫൈസ് ദ ഇമേജ് ഫോംഡ് ബൈ ദ ഒബ്ജക്റ്റീവ് ലെൻസ്. ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ടാക്കുന്ന ഇമേജിനെ വീണ്ടും വലുതാക്കി കാണിക്കുക, വീണ്ടും മാഗ്നിഫൈ ചെയ്യുന്നതാണ് ഐ പീസ് ലെൻസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബോഡി ട്യൂബാണ്. ബോഡി ട്യൂബ് എന്ത് ചെയ്യുന്നുണ്ട്? ഹോൾഡ് ദ ഐ പീസ് ആൻഡ് കണക്ട് ഇറ്റ് ടു ദ ഒബ്ജക്റ്റീവ് ലെൻസ്. ഈ ബോഡി ട്യൂബിലാണ് ഐ പീസ് ലെൻസ് ഉള്ളത്. ഐ പീസ് ലെൻസിനെ ഹോൾഡ് ചെയ്യുന്നുണ്ട്, മാത്രമല്ല അത് ഒബ്ജക്റ്റീവ് ലെൻസുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ബേസ് ആണ്. ബേസ് എന്ത് ചെയ്യുന്നുണ്ട്? മൈക്രോസ്കോപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ലെൻസ്. മാഗ്നിഫൈ ദ ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ഓൺ ദ സ്ലൈഡ്. സ്ലൈഡിൽ വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റിനെ മാഗ്നിഫൈ ചെയ്യുക, വലുതാക്കി കാണിക്കുന്ന ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫിക്സസ് ദ സ്ലൈഡ്സ് ഓൺ ദ സ്റ്റേജ്. സ്റ്റേജിലുള്ള സ്ലൈഡിനെ ഫിക്സ് ചെയ്യുക, ഉറപ്പിച്ച് നിർത്തുന്ന ആരാണ്? സ്റ്റേജ് ക്ലിപ്സ് ആണ്. നെക്സ്റ്റ് കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് നോബ് എന്താണ്? മൂവ് ദ സ്റ്റേജ് അപ്പ് ആൻഡ് ഡൗൺ ഫോർ റഫ് ഫോക്കസിങ്. റഫായിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേജിനെ മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യാൻ സഹായിക്കുന്നത് കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് നോബാണ്. നെക്സ്റ്റ് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നോബ് എന്ന് പറയുന്നത് ഷാർപ്പൻസ് ദ ഇമേജ്. നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ഉള്ള ഇമേജ് കിട്ടണമെങ്കിൽ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നോബാണ്. അതെന്താണ്? ഫൈൻ ഫോക്കസിങ്ങിനാണ്. നെക്സ്റ്റ് മിറർ. മിറർ എന്തിനാണ് സഹായിക്കുന്നത്? ഹാവ് ടു ഫോക്കസ് ലൈറ്റ് ഓൺ ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിലേക്ക് ലൈറ്റിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഇത്രയും പാർട്സും അതിൻ്റെ ഫങ്ഷനും കൂടെ പഠിക്കുക. ഇനി ഇതിൻ്റെ താഴെ നോക്കി നോക്കാം. ഒരു കുട്ടിയുടെ ഡൗട്ടാണ് കേട്ടോ. ഹൗ ക്യാൻ വി ഒബ്സർവ് ആൻഡ് സ്റ്റഡി ദ മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് കനോട്ട് ബി സീൻ ത്രൂ എ സിമ്പിൾ മൈക്രോസ്കോപ്പ്. സിമ്പിൾ മൈക്രോസ്കോപ്പ് കൂടെ കാണാത്ത മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുകയും സ്റ്റഡി ചെയ്യുകയും ചെയ്യാമെന്നാണ്. ഇപ്പോൾ അതിൻ്റെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് മാഗ്നിഫൈ ഒബ്ജക്റ്റ് മോർ ദാൻ എ മില്യൺ ടൈംസ്. മില്യൺ ടൈംസ് വരെ വലുതാക്കി കാണിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് ഇത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു സിമ്പിൾ മൈക്രോസ്കോപ്പ് 10 ടൈംസ് വലുതാക്കി കാണിക്കും. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പോ 1000 ടൈംസ് ആണ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എത്രയാണ് നോക്കിക്കുക? മില്യൺ ടൈംസ് വരെ വലുതാക്കി കാണിക്കും. ഇറ്റ് ഹെൽപ്സ് ടു ഒബ്സർവ് സെൽസ്, വൈറസ് ആൻഡ് മോളിക്യുലാർ സ്ട്രക്ചർ ഇൻ ഡീറ്റെയിൽ. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? സെൽസ്, വൈറസ്, മോളിക്യുലാർ സ്ട്രക്ചർ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. 2 പോയിൻ്റ് ആയിട്ടോ. ഇനി മൂന്നാമത്തെ പോയിൻ്റ്. ഇൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇലക്ട്രോൺ ബീം ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ലൈറ്റ്. നമുക്കറിയാം സിമ്പിൾ മൈക്രോസ്കോപ്പ് ആണെങ്കിലും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആണെങ്കിലും ഇവിടെ ലൈറ്റാണ് യൂസ് ചെയ്തിരുന്നത് അല്ലേ? ഇവിടെ അതിന് പകരം ഇലക്ട്രോൺ ബീമാണ് യൂസ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്സ് ആർ യൂസ്ഡ് നൗ ഡേയ്സ്. ഇന്നത്തെ കാലത്ത് പലതരത്തിലുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഈ 4 പോയിൻ്റ് എഴുതുക. ആദ്യത്തെ പോയിൻ്റ് എന്താണ്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അത് ഒബ്ജക്റ്റിനെ മില്യൺ ടൈംസിൽ കൂടുതൽ വലുതാക്കി കാണിക്കും. ഇനി സെൽസ്, വൈറസ്, മോളിക്യുലാർ സ്ട്രക്ചർ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി സാധാരണ ലൈറ്റിന് പകരം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇലക്ട്രോൺ ബീമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്താണ് ഇന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ കണ്ടോ, ഇതാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ ചിത്രം. ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കൂടെ നോക്കുമ്പോൾ റെഡ് ബ്ലഡ് സെല്ല്, COVID-19 വൈറസ്, പൊള്ളൻ ഗ്രെയിൻസ് ഒക്കെ ഇങ്ങനെ കാണുക കേട്ടോ. ഇനി നോക്കുക. In 1934, German scientists Ernst Ruska and Max Knoll. ഏണസ്റ്റ് റസ്കയും മാക്സ് നോളുമാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ച ആരൊക്കെയാണ്? ഏണസ്റ്റ് റസ്കയും മാക്സ് നോളും. പഠിച്ചു വെക്കുക കേട്ടോ. 1934 ഏണസ്റ്റ് റസ്ക, മാക്സ് നോളാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത്. ഇൻ ആൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസ് ആർ യൂസ്ഡ്. ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഫോക്കസ് എ ബീം ഓഫ് ഇലക്ട്രോൺസ് ഓൺ ടു ദ സ്പെസിമെൻ. ഇലക്ട്രോൺസിൻ്റെ ബീമിനെ ആ സ്പെസിമെനിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഹൈ റെസൊല്യൂഷനിൽ കാണാൻ പറ്റും കേട്ടോ. അതായത് ലൈറ്റ് മൈക്രോസ്കോപ്പിനെക്കാട്ടിലും ഹൈ റെസൊല്യൂഷനിൽ കാണാൻ വേണ്ടിയിട്ട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് സഹായിക്കുന്നുണ്ട്.
ഇന്നത്തെ കാലത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ പഠിക്കേണ്ടത് ഏണസ്റ്റ് റസ്കയും മാക്സ് നോളുമാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസാണ് യൂസ് ചെയ്യുന്നത്. അതാണ് എന്ത് ചെയ്ത് സ്പെസിമെനിലേക്ക് ഇലക്ട്രോൺ ബീംസിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഹയർ റെസൊല്യൂഷൻ ഇമേജിങ് കിട്ടുന്നുണ്ട്. അത് ലൈറ്റ് മൈക്രോസ്കോപ്പിനെക്കാട്ടിലും റെസൊല്യൂഷൻ കൂടിയ ഇമേജാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കിട്ടുക. ഇനി ഇന്നത്തെ കാലത്ത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് പല പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇവിടെ നോക്കി നോക്കാം, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. നമുക്കറിയാം ലൈറ്റിൻ്റെ ആവശ്യകത. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ലൈറ്റ് ആവശ്യമാണ്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ എന്താണ് ലൈറ്റ് ആവശ്യമില്ല. മാഗ്നിഫൈയിങ് പവർ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ 1000 ടൈംസ് ആണ് വലുതാക്കി കാണിക്കുന്നത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലോ മില്യൺ ടൈംസ് വലുതാക്കി കാണിക്കുന്നുണ്ട്. ലെൻസ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഗ്ലാസ് ലെൻസ് അതായത് ഐ പീസ് ലെൻസും ഒബ്ജക്റ്റീവ് ലെൻസാണ് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലോ ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസാണ് ഉപയോഗിക്കുന്നത്. നമുക്കതൊന്ന് ഫില്ല് ചെയ്യാം. അപ്പം നമ്മളിത് ഫില്ല് ചെയ്തിട്ടുണ്ട്. നോക്കൂ, നീഡ് ഓഫ് ലൈറ്റ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ആവശ്യമാണ്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ആവശ്യമില്ല. മാഗ്നിഫൈയിങ് പവർ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ 1000 ടൈംസ് വലുതാക്കി കാണിക്കുന്നുണ്ട്. ഇലക്ട്രോ മൈക്രോസ്കോപ്പ് ആണെങ്കിലോ മില്യൺ ടൈംസ് വലുതാക്കി കാണിക്കുന്നുണ്ട്. ലെൻസ് നോക്കുകയാണെങ്കിൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഐ പീസ് ലെൻസും ഒബ്ജക്റ്റീവ് ലെൻസസും ആണ് യൂസ് ചെയ്യുക. ഇലക്ട്രോ മൈക്രോസ്കോപ്പിലോ ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ചിത്രം നോക്കുക. ഇവിടെ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ കാണാൻ പറ്റും, എന്തൊക്കെയാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ കാണാൻ പറ്റുന്നതാണ്. നമുക്കറിയാം ഏറ്റവും ചെറിയ സാധനങ്ങൾ വരെ കാണിക്കുന്നത് ഇതിലൂടെയാണ്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ് അല്ലേ. മില്യൺ ടൈംസ് വലുതാക്കി കാണിക്കുന്നുണ്ട്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആണെങ്കിലോ 1000 ടൈംസ് വരെയാണ് വലുതാക്കി കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ആറ്റം, DNA, പ്രോട്ടീൻ, വൈറസ്, മൈറ്റോകോൺട്രിയ, ബാക്ടീരിയ, ഇതൊക്കെ എന്താണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ കാണാൻ പറ്റും. എന്നാൽ ചില സാധനങ്ങൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ കാണാൻ പറ്റില്ല. ഏതൊക്കെയാണ്? ആറ്റം, DNA, പ്രോട്ടീൻ, വൈറസ്, ഇത്രയും നോക്കി നോക്കാം. നമുക്ക് ഇത്രയും നോക്കി ഇവിടെ നിങ്ങളുടെയാണ് നമുക്ക് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലൂടെ കാണാൻ പറ്റുള്ളൂ. ഏതൊക്കെ? ബാക്ടീരിയം, മൈറ്റോകോൺട്രിയ, RBC, ഈസ്റ്റ്, അനിമൽ സെല്ല്, പ്ലാന്റ് സെല്ല്, പാരമീസിയം, എഗ്, ഇതൊക്കെ നമുക്ക് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലൂടെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങളുള്ളത് എന്താണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലൂടെ കാണാൻ പറ്റില്ല. ഏതൊക്കെ? വൈറസ്, പ്രോട്ടീൻ, DNA, ആറ്റം. പക്ഷേ ഇവയൊക്കെ എന്താണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ കാണാൻ പറ്റും.